ഇന്ന് കറണ്ട് ബില്ല് നമ്മളെ കിട്ടിയിട്ടില്ലെങ്കിലേ അവര് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകട്ടോ. പിന്നെ കറണ്ട് ഉണ്ടാവില്ല. ഇയാളെ ഞാൻ പൈസ അയച്ചുതരാം. അയാൾ ഈ ബില്ല് അടയ്ക്കോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നതാണ്. ഇങ്ങനെ പറയാ കിച്ചോണ്ട് വരണം. അമ്മ മാത്രം ഒന്നും പറയില്ല. താഴെ മാത്രം വച്ചിട്ട് കൊണ്ടിരിക്കും. സഹിക്കാൻ വയ്യ ഇവിടെ. വേറെ വീട്ടിൽ പോവാ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നലെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഒരുപാട് നേരം വൈകിപ്പോയി. നന്നായിട്ട് ശരിക്കും കടന്ന് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ വ്ളോഗ് എടുക്കൽ പരിപാടി ഒന്നും നടന്നില്ല. ഭക്ഷണം കഴിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞു. കുട്ടീനെയും വൈഫിനെയും സ്കൂളിൽ കൊണ്ടാക്കി ഇപ്പോൾ തിരിച്ച് വന്നേ ഉള്ളൂ. കുളി കഴിഞ്ഞു. ഇനി വർക്ക് കാര്യങ്ങൾ വ്ളോഗ് ഇതിലേക്കൊക്കെ ഇനി തിരിയണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒന്നിനും നേരം കിട്ടിയില്ല. വ്ളോഗ് ചെയ്യാൻ ഒന്നിനും നേരം കിട്ടിയില്ല. നേരൊക്കെ മൊത്തം വൈകിയിരുന്നു. സമയം തെറ്റിയിട്ടാണ് അവരെ സ്കൂളിലേക്ക് വിട്ടിരിക്കുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടിയായിരുന്നു. അമ്മേനെയും കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നതിന് ശേഷം ഇത് തന്നെ പരിപാടി. ഇനിയിപ്പോൾ വൈകുന്നേരം 4:30 അവരെ തിരിച്ചു കൊണ്ടുവരുന്നവരേക്കും വർക്ക് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആക്ച്വൽ റൂട്ടീൻ എന്ന് പറയുന്നത്. വർക്ക്, വ്ളോഗ്, വർക്ക്. അതിനിടയ്ക്ക് നമ്മുടെ ഫാമിലി കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക സ്കൂളിൽ നിന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നടുവിൽ കൂടെ നടക്കും. വർക്കുകൾ ഇതുപോലെ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പഴയ വാഷിംഗ് മെഷീൻ നമ്മളിത് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാ പുതിയ ബോക്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ പഴയ സാധനം വിറ്റ് ഒഴിവാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. കാരണം കംപ്ലൈൻ്റ് ആണ്. ഈ സാധനത്തിന് സ്ക്രാപ്പിൻ്റെ വില കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. ഇങ്ങനത്തെ സാധനത്തിന് ശരിക്കും ആക്ച്വലി എത്ര വില കിട്ടും നമ്മൾ ഈ സ്ക്രാപ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളിത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ മുമ്പ്. എന്നിട്ട് പുതിയ എടുത്ത ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റുമായിരിക്കും. ഒന്ന് പറയുന്നുണ്ടോ. ഏകദേശം 4 മണിയായി. വൈഫിനെയും കുട്ടീനെയും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ എന്താ പോവുകയാണ്. നമ്മളെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണല്ലോ ഇതൊക്കെ. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് പോകാനും വരാനും കൊണ്ടുവരാനും. ഇതിനൊക്കെ ഇഷ്ടം തന്നെയാണ്. ഒരു കുഴപ്പമില്ല. ഈ തമിഴ്നാട്ടിലെ ചില നേരത്തെ ട്രാഫിക്കാണ് എനിക്ക് പിടിക്കാത്തത്. റോഡിലെ കുണ്ടും കുഴി, ഇതാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇന്ന് ശരിക്ക് 4:30 തന്നെ അല്ലേന്നാവോ? ഞാൻ നേരത്തെ എത്തിപ്പോയോ? ആരും കൂട്ടാൻ വന്നിട്ടില്ലല്ലോ. ആ, കുട്ടീനെ മാത്രം പറഞ്ഞയച്ചിട്ടുണ്ട് അവിടുന്ന്. ടീച്ചർ എന്നെ കണ്ടു. കുട്ടിയുടെ അമ്മേനെ എന്താണാവോ പറഞ്ഞയക്കാത്തത്? കഴിഞ്ഞില്ലേ സമയം? പിന്നെന്താ? താഴെ നോക്കി വാ. തട്ടി തടഞ്ഞ് വീഴല്ലേ? എവിടെയാ മമ്മി? എന്താ വരാത്ത? 3 കുട്ടികളോ? ഓ, ഇപ്പൊ വരുവോ? ചേടാ ചേച്ചന് ആരും കളിക്കാല്ലേ? വീട്ടിൽ പോയി. ഇവിടെ 10 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തി. ബിരിയാണി കഴിക്കാൻ പോയി. വാവക്കുട്ടിക്ക് ഇന്നലെ ബിരിയാണി വേണമെന്ന് പറഞ്ഞിരുന്നു. എവിടെ കല്യാണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ. അവിടെയാണെങ്കിൽ സദ്യ ഐറ്റംസ്, വെജിറ്റേറിയൻ ഐറ്റംസ് ആണല്ലോ ഉള്ളത്. ഇവിടെ അടക്കം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഫീലിങ്. അപ്പം നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതായിരുന്നു. ഇന്നിപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ട് കഴിച്ചു അല്ലേ വാവക്കുട്ടി? എവിടെ? ആ അതെ, അങ്ങനെ അത് വാങ്ങിച്ചു. അത് പൊട്ടിക്കണ്ട, അത് വലിച്ചാൽ പൊട്ടിപ്പോവും. എന്തായാലും വാവക്കുട്ടിയുടെ ഒരു പരീക്ഷ ഇന്ന് കഴിഞ്ഞു. ഈ ഒരു 3-4 പരീക്ഷയും കൂടി ഉണ്ട്. എന്തായാലും നാളെ ലീവാണ് ആൾക്ക്. എടാ അമ്മ, ഇയാൾക്ക് ലീവ് ഉണ്ടോ നാളെ? അടിപൊളി. വാവക്കുട്ടിക്ക് മാത്രം നാളെ ലീവുണ്ട്. അവളുടെ ഒരു പരീക്ഷ കഴിഞ്ഞു. ഇനി ഒരു 3-4 പരീക്ഷയും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവൾക്ക് പൂട്ടി സ്കൂൾ ഒരു 2 മാസത്തിന്. അടിപൊളിയാണ്. പിന്നെ എന്ത് പറ്റി? തലറ്റ് അച്ഛൻ വീഡിയോ എടുത്ത് കണ്ടിട്ടാണ് എന്താ വീഡിയോ എടുക്കുന്നത് നമ്മോട് ബന്ധം പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ല അച്ഛനെ. അച്ഛൻ കയറി അച്ഛനെ കുറ്റം പറയാണെന്നേ. അമ്മ വെറുതെ കണ്ണടച്ചിരിക്കുക. ഓർമ്മയൊന്നുമില്ല. ഇട്ടുകൊണ്ട് കൊടുക്കാൻ വിളിച്ചു കൊടുക്കും. എങ്ങനെ പറഞ്ഞാത്ര കേട്ടല്ലേ? അല്ല മാഡം, എന്ത് പറ്റി? ക്ഷീണമുണ്ട്. വേറൊന്നുമല്ല. അതൊന്നും കിടക്കട്ടെ. കോളേജിലൊക്കെ ഗവൺമെന്റ് ഹോളിഡേ ആണ്.
കോളേജ് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും ലീവ് തന്നെയാണ്. ഈ സ്കൂളിൽ മാത്രമേ പണ്ടാറങ്ങളെ ശമ്പളം തരയില്ല, നിങ്ങൾ വരുത്തിക്കും. പിള്ളേരേ ഇല്ല എന്നിട്ടാണ് വരുത്തിക്കുന്നത്. ഇതാണ് കോമഡി. മണ്ണാറ് മഴ മാറിട്ടോ ചേച്ചി നീ പറയില്ല കേട്ടോ. അക്കാടൊക്കെ സങ്കടാവില്ലേ? നല്ല രസമുണ്ട്. അണ്ണാറുകോട്ടൻ കശുവണ്ടീനാണ് പോലെ അല്ലേ? നല്ല രസമുണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ. മതി മതി ഇത്ര വീട്ടിൽ കൊടുത്തത് മതി. ഓളെ കളിയാക്കാണ് എല്ലാരും കേക്കട്ടെ. ആവാ ചെയ്ത് കളിക്കണ അച്ഛനെ. അമ്മോ ഇന്ന് കറണ്ട് ബില്ല് നമ്മളെ കിട്ടിയിട്ടില്ലെങ്കിലേ അവര് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകട്ടോ. പിന്നെ കറണ്ട് ഉണ്ടാവില്ല. സത്യം കറണ്ട് ഉണ്ടാവില്ല. കറണ്ടിന്റെ ബില്ല് അടച്ചിട്ടില്ല. എന്നാ ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് നമ്മൾ അടച്ചില്ലെങ്കിൽ പണി പാളും. അപ്പൊ ഈ ലൈറ്റ് ചെയ്യോ? ലൈറ്റും ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മൊത്തം ഓഫ് ആവും. എന്താ ചിരിക്കണേ? ഒന്നും ഉണ്ടാവില്ല. എന്താ ചിരിക്കണേ? ചൂടത്തിരുന്ന് വേർക്കേണ്ടി വരും. ഒരു ഫാൻ വർക്ക് ചെയ്യില്ല, കറണ്ടേ ഉണ്ടാവില്ല വീട്ടില്. ഇയാളെ ഞാൻ പൈസ അയച്ചാൽ അയാൾ EB ബില്ല് അടയ്ക്കുമോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നതാണ്. വൈകി ലാസ്റ്റ് ഇന്നാണെങ്കിൽ പെട്ടെന്ന് രാവിലെ എപ്പോഴും കൂടെ ഓർമ്മ വന്നു, ഇന്ന് അടച്ചില്ലെങ്കിൽ പണി പാടുമല്ലോ എന്ന്. സത്യം ഇന്ന് അടച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഫ്യൂസ് ഊരി പോകേണ്ടതാണ്. ഇങ്ങനെ പറയാ കിച്ചോണ്ട് വരണം. എന്തിനാ കരയണേ? ആജ വർദ്ധന പറയണേരെ കൂടെ വാവ് കടന്നിട്ട് വച്ചിട്ടിട്ടല്ലേ? ആ വാവ് വച്ചോട്ടോ, അച്ഛനെടുത്ത് വച്ചോട്ടോ. അമ്മേനെ കുറിച്ച് ചീത്ത പറയാം. അമ്മ വരൂ, 2 ഡോസ് എടുത്തേ. ഇവിടെ വരൂ. എന്താ വയ്യാത്ത? പഞ്ഞനെ കുത്തുന്നോ? എന്താ വേറെ വീട്ടിലേക്ക് പോവാ? അച്ഛനെ വിട്ടിട്ട് വേറെ വീട്ടിൽ പോവാ? ഏത് വീട്ടിലേക്ക് പോണു? ഉച്ചത്തിനെ കാണാൻ. പിന്നെ ഏത് വീട്ടിലേക്ക് ഓ ചൊത്തൻ അച്ഛന്റെ കയ്യില് പൈസ തന്നാ ചത്തനെ വ്ളോഗ് എടുക്കാല്ലേ? എന്താപ്പത്? ആക്ട്രസോ? ആരാപ്പത്? പൈസ തന്നാലേ വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ അത്രേ. കേട്ടല്ലോ? അവിടെ മൊബൈൽ ജീവിയ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണമെന്ന് പറയോ? ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ. സൂപ്പർ ഫുള്ള് പറഞ്ഞു. ചൊത്തൻ വ്ളോഗർ ആയില്ല. ചൊത്തൻ വ്ളോഗർ.